ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക? അവിടെ നമ്മൾ there is അല്ല വെക്കുക, മറിച്ച് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 7 ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസങ്ങളാണ്, അതായത് ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്, മോർ ദാൻ 1 ആണ്. അതുകൊണ്ട് നമ്മൾ there are എന്നാണ് ഉപയോഗിക്കുക. there is എന്നതിന് പകരം there are എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെ നമുക്കിത് പറയാം ഇംഗ്ലീഷിൽ? there are 7 days in a week. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ഇനി ഒരു മാസത്തിൽ 4 ആഴ്ചകളുണ്ട് എന്ന് എങ്ങനെ പറയാം? there are 4 weeks in a month. ഒരു മാസത്തിൽ 4 ആഴ്ചകളുണ്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട് എന്ന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? there are ആദ്യം വെക്കുക, ശേഷം എന്താണോ ഉള്ളത് അതാണ് വെക്കേണ്ടത്. there are എന്താണുള്ളത്? 12 മാസങ്ങൾ. അപ്പൊ എന്ത് വെക്കണം? there are 12 months. there are 12 months in a year. ഇനി നമുക്കറിയാം ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അത് ലീപ് ഇയർ ഒഴികെ വരികയാണെങ്കിൽ, അതിവർഷം കൂടാതെ വരികയാണെങ്കിൽ, അപ്പൊ നമ്മൾ 365 ദിവസം ഒരു വർഷത്തിലുണ്ട് എന്ന് എങ്ങനെ പറയാം? ആദ്യം നമ്മൾ എന്ത് വെക്കണം? there are. പിന്നെ എത്ര ദിവസങ്ങളാണുള്ളത്? 365 ദിവസങ്ങൾ, 365 days in a year. there are 365 days in a year. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മോർ ദാൻ 1 ആണെങ്കിൽ there are ആണ് ഉപയോഗിക്കുന്നത്. there are 50 students in my class. എൻ്റെ ക്ലാസ്സിൽ 50 വിദ്യാർത്ഥികളുണ്ട്. let us see some more example. look at the whiteboard. there are 44 rivers in Kerala. കേരളത്തിൽ 44 പുഴകളുണ്ട്. there are 2 stadiums in my village. എൻ്റെ വില്ലേജിൽ 2 സ്റ്റേഡിയങ്ങളുണ്ട്. there are 4 elephants in the procession. ആ ഘോഷയാത്രയിൽ 4 ആനകളുണ്ട്. പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര എന്നാണ് അർത്ഥം കേട്ടോ. പ്രൊസഷൻ മീൻസ് ഘോഷയാത്ര. there are 4 elephants in the procession. ആ ഘോഷയാത്രയിൽ 4 ആനകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ there are പ്രകടിപ്പിക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ there are ഉപയോഗിക്കുന്നു. എനി എന്നൊരു വേർഡ് കണ്ടോ നിങ്ങൾ ഇവിടെ ബോർഡിൽ? ഈ എനി നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഇനി നമുക്ക് ഉപയോഗിക്കാം അൺകൗണ്ടബിൾ നൗൺസ് വരുമ്പോൾ, അതായത് എണ്ണാൻ കഴിയാത്ത നൗണിന്റെ മുന്നിലാണ് നമ്മൾ എനി ഉപയോഗിക്കുക. ഇപ്പൊ എണ്ണാൻ കഴിയാത്ത കുറെ നൗണുകളുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഷുഗർ. ഷുഗർ നമ്മൾ എണ്ണാറില്ല, അത് കിലോയിലാണ് പറയുക. അതുപോലെ പെട്രോൾ ലിറ്ററിലാണ് പറയുക. ഇതിനൊക്കെ വേറെ യൂണിറ്റാണ്, ലിറ്റർ, കിലോ എന്നുള്ള യൂണിറ്റുകളിലാണ് പറയുക, അല്ലാതെ നമ്മൾ എണ്ണാറില്ല. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത്ര നൗണാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? എനി ഉപയോഗിക്കും. എവിടെ ഉപയോഗിക്കും? നെഗറ്റീവ് വാചകങ്ങളിലും ക്വസ്റ്റ്യൻ വാചകങ്ങളിലുമാണ് നമ്മൾ എനി ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, there isn't any sugar in the tea. ചായയിൽ പഞ്ചസാരയില്ല. there isn't any sugar in the tea. ചായയിൽ പഞ്ചസാരയേ ഇല്ല. there isn't any salt in the curry. കറിയിൽ സോൾട്ട് ഇല്ല. കണ്ടോ? ഈ സോൾട്ട് എന്ന് പറയുന്നത്, ഉപ്പ് എന്ന് പറയുന്നത്, പഞ്ചസാര എന്ന് പറയുന്നത്, പെട്രോൾ എന്ന് പറയുന്നത്, ഓയിൽ എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. വേറെയും ഒരുപാട് അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്. ഈ അൺകൗണ്ടബിൾ നൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെഗറ്റീവ് വാചകങ്ങളിലും ക്വസ്റ്റ്യൻ വാചകങ്ങളിലും നമ്മൾ എനി ഉപയോഗിക്കും. ഇനി പ്ലൂറൽ നൗൺസ് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കും. അത് there are പഠിക്കുമ്പോൾ there are-ന്റെ കൂടെ നമ്മൾ പ്ലൂറൽ നൗൺസ് വരുമ്പോൾ നെഗറ്റീവ് വാചകങ്ങളിലും ക്വസ്റ്റ്യൻ വാചകങ്ങളിലും എനി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സീറോ ക്വാണ്ടിറ്റി, ഒന്നുമില്ല എന്ന് പറയാൻ there isn't any sugar, ഒട്ടുമില്ല അല്ലെങ്കിൽ ഷുഗർ ഇല്ല, സീറോ ക്വാണ്ടിറ്റിയെ കാണിക്കാനും നമ്മൾ നെഗറ്റീവ് വാചകങ്ങളിലും ക്വസ്റ്റ്യൻ വാചകങ്ങളിലും എനി ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നെഗറ്റീവ് നമുക്ക് പ്രകടിപ്പിക്കാമെന്നാണ്. there are ഉപയോഗിച്ച് എങ്ങനെ നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. ഇല്ല എന്ന് പറയാൻ there are-ന് ശേഷം നോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആയിട്ടുള്ള there are not എന്നതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആയിട്ടുള്ള there aren't എന്ന് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം,
നെഗറ്റീവ് വാചകങ്ങളിലും ക്വസ്റ്റ്യൻ വാചകങ്ങളിലും നമ്മൾ ഇനി ചേർക്കാറുണ്ട്. എപ്പോഴാണ് ഇനി ചേർക്കുക? പ്ലൂറൽ നൗൺസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇനി ഉപയോഗിക്കും. പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ അത് there are ന്റെ കൂടെയാണ് വരിക, പ്ലൂറൽ നൗൺ. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ, എണ്ണാൻ കഴിയാത്ത നൗൺ ആണ് വരുന്നതെങ്കിൽ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ ഇനി ഉപയോഗിക്കും. അപ്പോ ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. There aren't any stadiums in my village. എന്റെ വില്ലേജിൽ സ്റ്റേഡിയങ്ങളൊന്നുമില്ല. ഓക്കെ, എന്റെ വില്ലേജിൽ സ്റ്റേഡിയങ്ങളൊന്നുമില്ല. അതുപോലെ there aren't any ladies staff in my office. എന്റെ ഓഫീസിൽ ലേഡീസ് സ്റ്റാഫ് ആരുമില്ല. ഈ ഇനി എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് സെന്റൻസുകളിലും ക്വസ്റ്റ്യൻ സെന്റൻസുകളിലും ഉപയോഗിക്കുന്നു. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമുക്ക് ഇനി ഉപയോഗിക്കാം. അതുപോലെ കൗണ്ടബിൾ പ്ലൂറൽ നൗണിന്റെ കൂടെയും ഉപയോഗിക്കാം. എണ്ണാൻ കഴിയുന്ന പ്ലൂറൽ നൗണിന്റെ കൂടെ ഉപയോഗിക്കാം, എണ്ണാൻ കഴിയാത്ത അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കൂ. There aren't any programs today. ഇന്ന് പ്രോഗ്രാമുകളൊന്നുമില്ല. There aren't any elephants in the procession. ഘോഷയാത്രയിൽ ആനകളൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഇനി എന്ന് ഉപയോഗിക്കാൻ കാരണം കൗണ്ടബിൾ പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി പ്ലൂറൽ നൗൺസ് ആണ് വരുന്നതെങ്കിൽ, ബഹുവചന നാമങ്ങളാണ് വരുന്നതെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ആർ ദർ എന്ന് ഉപയോഗിക്കാം. ആർ ദർ എന്ന് പറഞ്ഞാൽ ഉണ്ടോ. ശേഷം വരുന്നത് മോർ ദാൻ വൺ പ്ലൂറൽ നൗൺസ്. ആർ ദർ എനി എലഫൻസ് ഇൻ ദ പ്രൊസഷൻ. ആ ഘോഷയാത്രയിൽ ആനകളുണ്ടോ? ഇങ്ങനെ ചോദിക്കും. ആർ ദർ എനി എലഫൻസ് ഇൻ ദ പ്രൊസഷൻ. ഇനി ആനകൾ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കൂ? ഇല്ലേ. ഉണ്ടോ എന്നുള്ളത് ആർ ദർ, ഇല്ലേ എന്നുള്ളത് ആറിന്റ് ദർ. ആറിന്റ് ദർ എനി എലഫൻസ് ഇൻ ദ പ്രൊസഷൻ. ആ ഘോഷയാത്രയിൽ ആനകളില്ലേ. ഇനി let us see some more examples. Look at the whiteboard. Are there any libraries here? ഇവിടെ ലൈബ്രറീസ് ഉണ്ടോ? ലൈബ്രറികൾ ഉണ്ടോ? ഗ്രന്ഥാലയങ്ങൾ ഉണ്ടോ? Are there any obstacles here before you? Are there any obstacles before you? നിന്റെ മുന്നിൽ തടസ്സങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടോ? ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സം, പ്രതിബന്ധങ്ങൾ എന്നൊക്കെയാണ്. നീ ഇല്ലേ എന്ന് ചോദിക്കും. ആറിന്റെ ദർ എനി ഒബ്സ്റ്റക്കിൾസ് ബിഫോർ യു. നിന്റെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ലേ? ഓക്കെ. ഇനി ആർ ദർ എനി ഷോർട്ട് കട്ട്സ് ടു സക്സസ്. വിജയത്തിലേക്ക് കുറുക്കു വഴികളുണ്ടോ? വിജയത്തിലേക്ക് കുറുക്കു വഴികളുണ്ടോ? വിജയത്തിലേക്ക് കുറുക്കു വഴികളൊന്നുമില്ലേ എന്നെങ്ങനെ ചോദിക്കും? ആറിന്റെ ദർ എനി ഷോർട്ട് കട്ട്സ് ടു സക്സസ്. ഓക്കെ. ഇനി ആ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റുകളൊന്നും ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം? Aren't there any ladies compartment in that train? There are two types of questions in English. Question starts with the question word and question starts with the auxiliary verbs. Are there ന്റെ കൂടെ നമുക്ക് how many എന്ന question word കൂടെ ചേർത്ത് ഉപയോഗിക്കാം. How many rivers are there in Kerala? കേരളത്തിൽ എത്ര നദികളുണ്ട്, എത്ര പുഴകളുണ്ട്? How many days are there in a week? ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? How many teachers are there in your school? Look at the whiteboard. How many rivers are there in Kerala? കേരളത്തിൽ എത്ര നദികളുണ്ട്? How many days are there in a week? ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? How many teachers are there in your school? നിങ്ങളുടെ സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്?